നമസ്കാരം. ന്യൂസ് ഫോർ കേരള ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷങ്ങളായി ഒരു നാടിന്റെ സ്വപ്നമായിരുന്ന ഒരു പദ്ധതിക്കാണ് ഇന്നിവിടെ പൂർത്തീകരണം നടന്നിരിക്കുന്നത്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തടിക്കാട് എന്ന പ്രദേശത്തുള്ള പ്രദേശവാസികളുടെ സ്വപ്നമായിരുന്നു അശരണരായ ആളുകളെയും നിർധനരായ ആളുകളെയും സഹായിക്കുക എന്നുള്ള ലക്ഷ്യം. അത് ഇന്ന് ഇവിടെ സാധ്യമായിരിക്കുകയാണ്. ദീർഘകാലം തടിക്കാട് മഹലില് ഇമാമായി സേവനമനുഷ്ഠിച്ചിരുന്ന വൈ അബ്ദുൽ ലത്തീഫ് മൗലവി അവരുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനം ഒരുക്കുന്നതിന് മുന്നോടിയായി ഒരു ആംബുലൻസ് സംവിധാനം ഇന്നിവിടെ നടപ്പാക്കുകയാണ്. തടിക്കാട് മഹല്ല് പ്രസിഡന്റ് ജനാബ് എം.എ. റഹീം അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ ക്യാൻസർ അതുപോലെ തന്നെ നടക്കാതെ പല രോഗങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ജമാഅത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും അവർക്ക് വേണ്ടി ഒരു ആംബുലൻസും ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ജമാഅത്തിന്റെ സെക്രട്ടറി എ ജലാലുദ്ദീൻ അവർ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. നമ്മുടെ ജമാഅത്തിന്റെ ചിരകാല അഭിലാഷമായിരുന്ന ഒരു ആംബുലൻസ് വേണം, അത് മാത്രം നമുക്ക് സാധാരണക്കാർക്കും മറ്റും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് കുറച്ചു നാളുകൊണ്ട് ആഗ്രഹിക്കുകയും അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പലരും സ്വമേധയ സാമ്പത്തിക സഹായവുമായി മുന്നോട്ട് വരികയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിപ്പോൾ പ്രവർത്തനത്തിൽ വന്നിരിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിയുടെ അവതരണം ജനാബ് സുനിൽ സുലൈമാൻ നിർവഹിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയോളം നമ്മൾ പല രോഗികൾക്കായി, വിവാഹ വാഗ്ദാനത്തിനായി, ചികിത്സാ സഹായത്തിനായി ഒരുപാട് പേർക്ക് ഇവിടെ അപേക്ഷകൾ തന്നാൽ നമ്മുടെ കമ്മിറ്റി വെരിഫൈ ചെയ്ത് കമ്മിറ്റി അംഗങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് അർഹതപ്പെട്ടവർക്ക് തീർച്ചയായും നൽകത്തക്ക രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തടിക്കാട് മഹലിന്റെ അസിസ്റ്റന്റ് ഇമാമായ ജനാബ് ഷാജഹാൻ മൗലവി ഖിറാഅത്ത് പാരായണം ചെയ്തുകൊണ്ട് തുടക്കമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ നിർധനരായ ആളുകൾക്ക് സഹായം ചെയ്യാനുള്ള ആംബുലൻസിന്റെ ഉദ്ഘാടന കർമ്മം തേവൻപാറ മുസ്ലിം ജമാഅത്ത് ഇമാം ജനാബ് സിറാജുദ്ദീൻ ബാക്കവി നിർവഹിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വന്തം ബീജത്തിൽ പിറന്ന മക്കളോട് കരുണ കാണിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കാൻ കഴിയുക? ഒരു ഭരണസിലാ കേന്ദ്രത്തിലേക്ക് ഒരു അധികാരി കടന്നു വന്നാൽ തന്റെ അധികാര പരിധിയിലുള്ള ജനങ്ങളുടെ കാരുണ്യം, അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം, അവരുടെ കണ്ണുനീരൊപ്പാൻ കഴിയണം. എത്ര മിടുക്കനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹൃദയത്തിൽ കരുണയും ആർദ്രതയുമുള്ള ഒരാളായിരിക്കണമെന്നും പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ മനോഹരമായ ആ വാക്കുച്ചരിച്ചുകൊണ്ട് ആയത്തുച്ചരിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിക്കപ്പെട്ട ഈ ആംബുലൻസ് സംവിധാനത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ മഹല്ല് നിവാസികളുടെ സാന്നിധ്യത്തില് നടത്തിയിരിക്കുന്നു. ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം തടിക്കാട് ഇമാം ജനാബ് അൻവർ മന്നാനി അവർ നിർവഹിച്ചു. കാരണം ഒരു വിശ്വാസി അവന്റെ വിശ്വാസം പരിപൂർണത കൈവരിക്കുന്നത് സഹജീവികളോടുള്ള സഹാനുഭൂതി പരിപൂർണമായിട്ട് നിറവേറ്റുമ്പോൾ. ജമാഅത്തിന് ദീർഘകാലം സേവനമനുഷ്ഠിച്ച ജമാഅത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വൈ അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ അനുസ്മരണം ജനാബ് തടിക്കാട് സയ്യിദ് ഫൈസി അവർ നിർവഹിക്കുകയും ഏറം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാമായ അക്ബർ ഷാ അൽ ഖാസിമി അവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം ഈ ആംബുലൻസിന് വേണ്ടിയും തുടങ്ങുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് വേണ്ടിയും
ഒരു 25 പൈസയുടെ നാണയമെങ്കിലും നമുക്ക് ചെലവാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചാരിതാർത്ഥ്യപ്പെടുക പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ അടുക്കൽ ആത്മാർത്ഥമായി അൽഹംദുലില്ലാ പറഞ്ഞിട്ട് നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാം. എന്റെ റബ്ബ് എന്നെ തീഷ്ണമായ പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തുകയില്ല എന്നും. കമ്മിറ്റി അംഗങ്ങളായ ജനാബ് ജിയാസ് ഖാൻ, ജനാബ് നിസാം എന്നിവർ നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ജാതി മത ചിന്തകൾക്ക് അതീതമായി കൊണ്ട് മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുവാൻ വേണ്ടിയും എല്ലാ മനുഷ്യരെയും സഹായിക്കണമെന്ന ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തടിക്കാട് മുസ്ലിം ജമാഅത്ത് ഈ പദ്ധതിക്ക് രൂപം കൊടുക്കുമ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും ന്യൂസ് ഫോർ കേരള ചാനലിന്റെ പേരിൽ നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.